കേട്ടോ, ശരിയാ. നമ്മുടെ മോദി സർക്കാർ വന്നതിന് പിന്നെ ഇവിടെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 85 കോടിയോളം ആളുകൾക്ക് ഫ്രീ ആയിട്ട് അരി കൊടുത്തു തുടങ്ങി. അതുകൂടാതെ എല്ലാവർക്കും തന്നെ വീട്, വെള്ളം, കരണ്ട്, LPG ഗ്യാസ് സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതിനെല്ലാം പുറമെ കോവിഡ് കാലഘട്ടത്തിൽ ഉന്തുവണ്ടി ജീവനക്കാർക്ക്, വഴിയോര കച്ചവടക്കാർക്ക് ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തി. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റർ സ്വാനിധി കാർഡ് ഏർപ്പാടാക്കി. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം കൊണ്ടുവന്നു. എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നുള്ളൊരു നിയമം നിലവിൽ വന്നു. ഈ ഡിജിറ്റൽ സംവിധാനമൊക്കെ വന്നപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇന്ന് ഏത് പെട്ടിക്കടയിലും UPI ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഡിജിറ്റൽ സംവിധാനം വന്ന ഇവരെയൊക്കെ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം ഈ ആളുകളെ പഠിപ്പിച്ച് അങ്ങനെ ബാങ്ക് അക്കൗണ്ട് വഴി അവർക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടി. അങ്ങനെ ഈ ഉന്തുവണ്ടിയിലൊക്കെ ഇപ്പോൾ പച്ചക്കറിയായിട്ടും മീനായിട്ടും ഒക്കെ കൊണ്ടു നടക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ 10,000 രൂപ വരെ ആദ്യം ലോണായിട്ട് കിട്ടും. അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. കാരണം ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന ഒരു സംവിധാനമാണ് ആദ്യമായി ഇവിടെ BJP സർക്കാർ കൊണ്ടുവന്നത്. പ്രൈം മിനിസ്റ്റർ സ്വാനിധി കാർഡ് നിലവിൽ വന്നതോടുകൂടി ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കെല്ലാം തന്നെ ബാങ്കിൽ നിന്നും പലിശയില്ലാത്ത 10,000 രൂപ ഫസ്റ്റ് ഗഡു തന്നെ പിൻവലിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 61,000 പേർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ലഭ്യമായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വന്നു. കർഷകർക്ക് ഒരു ഈടും കൊടുക്കാതെ തന്നെ ലോണ് അവൈലബിൾ ആയി. ഏതാണ്ട് 370ഓളം പദ്ധതികൾ കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് പറയും, ഇതൊന്നും കിട്ടാൻ പോണില്ല, ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പുവാണെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും. അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക.